തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയത്തിന്റെ കാര്യം എന്തായി എന്ന ഒരു ചോദ്യം സാധാരണഗതിയിൽ നമുക്ക് ഇപ്പോൾ ചോദിക്കാം. ഇവിടെ LDFും UDFും ചേർന്ന് BJP ഭരണസമിതിയെ അട്ടിമറിക്കാൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു എന്ന് വാർത്ത കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറയായി. എന്തായാലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരൂ, അന്നേരം കാണാം. ഒരു പ്രാവശ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ 6 മാസം കഴിഞ്ഞാലേ പറ്റൂ എന്ന് മേയർ VV രാജേഷ് ചോദിക്കുന്നു. സ്വതന്ത്ര അംഗമായ പാറ്റൂർ രാധാകൃഷ്ണനെ ചാക്കിട്ട് പിടിക്കാനുള്ള ചില ശ്രമങ്ങൾ LDF UDF വിഭാഗങ്ങൾ നടത്തിയത് ഇപ്പോൾ അവർക്ക് തന്നെ തലവേദനയായിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചില മാധ്യമപ്രവർത്തകർ താങ്കൾ BJPയുടെ രാഷ്ട്രീയത്തിനൊപ്പമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത്, ഞാൻ ഭരണസമിതിക്ക് ഒപ്പമാണ്, ഭരണസമിതിയുടെ അദ്ദേഹത്തിൻ്റെ പാറ്റൂർ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പമാണ്, രാഷ്ട്രീയമല്ല അവിടെ വിഷയം, അങ്ങനെയാണെങ്കിൽ എനിക്ക് BJPയിൽ ചേർന്നാൽ പോരെ എന്നാണ് മാധ്യമപ്രവർത്തകൻ കൂടിയായ രാധാകൃഷ്ണൻ ചോദിച്ചത്. അതോടുകൂടി ചില മാധ്യമങ്ങൾ എളിഭരായി എന്നത് സത്യം തന്നെ. ഇവിടെ BJPയെ എങ്ങനെങ്കിലും താഴെ ഇറക്കണം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ CPMന്റെ വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ. അവിടെ നടത്തുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും അഴിമതിയും കെട്ടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവുമാണ് ഇത്രയും കാലം സത്യം പറഞ്ഞാൽ CPMന്റെ ധനാഗമന മാർഗത്തിന്റെ നട്ടലായിരുന്നത്. അത് പെട്ടെന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ ആർക്കായാലും സഹിക്കാൻ പറ്റില്ല. അവിശ്വാസം കൊണ്ടുവന്നാൽ തന്നെ പാസ്സാകും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. LDFും UDFും ഒന്നിച്ചു ചേർന്നാൽ തീർച്ചയായിട്ടും അത് കേരളത്തിൽ തെറ്റായ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുകയും ചെയ്യും. അതങ്ങനെയാണല്ലോ. കാരണം ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും നിയമസഭയ്ക്കുള്ളിൽ തർക്കങ്ങളും അതുപോലെ തന്നെ വാക്പോരുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കോർപ്പറേഷനിൽ ചെല്ലുമ്പോൾ രണ്ടുപേരും ഒന്നായി ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വിരോധാഭാസം കേരളത്തിലെ ജനങ്ങൾ, തിരുവനന്തപുരത്തെ ജനങ്ങൾ കാണില്ലേ? ഇതൊക്കെ തന്നെയാണ് CPMന് മുന്നിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അതുപോലെ MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം വലിയ നേതാക്കളൊക്കെ തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ വിഷയത്തിൽ വലിയ ചർച്ചകൾ നടത്തുകയാണ്. അതായത് ഇപ്പം ഭരണമില്ല, പണം വരുന്ന സോഴ്സ് നിന്നു. ഇത്രയും കാലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിരുന്നു ഒരു പണം വാങ്ങാനും അതുപോലെ പല അഴിമതി നടത്താനും തട്ടിപ്പും വെട്ടിപ്പും നടത്താനും ഒക്കെ ആയിട്ട്. ഇപ്പോൾ അതും കയ്യിൽ നിന്ന് പോയി, സംസ്ഥാന ഭരണവും കയ്യിൽ നിന്ന് പോയി, ഇന്ത്യയിൽ എവിടെയും പാർട്ടിയുടെ പേര് പോലും കാണാനുമില്ല. പിന്നെ ജീവിക്കണ്ടേ? AKG സെന്ററിലെ കറണ്ട് ചാർജ് അടയ്ക്കണ്ടേ? അവിടുത്തെ ആ മെയിൻ്റനൻസ് ഫീ കൊടുക്കണ്ടേ? അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? ഇതൊക്കെ നടക്കണ്ടേ? അതിന് പണമില്ല. അതുകൊണ്ട് കോർപ്പറേഷൻ എങ്ങനെങ്കിലും അടിച്ചു മാറ്റി വശത്താക്കിയെടുത്ത് ഭരണം പിടിക്കാം എന്നുള്ള വ്യാമോഹമാണ് സത്യം പറഞ്ഞാൽ ജോയിയും കടകംപള്ളി സുരേന്ദ്രനും ആനാവൂർ നാഗപ്പനും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തെ വ്യക്തമായ രാഷ്ട്രീയം മനസ്സിലാക്കിയ BJP, നമ്മൾ കഴിഞ്ഞ ദിവസം BJPയുടെ ചില നീക്കങ്ങളെയൊക്കെ തന്നെ വിമർശിച്ചിരുന്നു. എന്നാൽ പോലും കൃത്യമായ രാഷ്ട്രീയവും കൃത്യമായ ഇത്തരത്തിൽ ഇവരുടെ ചിന്തകളും മനസ്സിലാക്കിയ BJP അത് ഒരു മൗനത്തിൽ, അതായത് പ്രതിരോധത്തിൽ കളിക്കുകയാണ്. വരട്ടെ, എത്ര പേരെ അവർ ചാക്കിട്ട് പിടിക്കും എന്നറിയാം, എത്ര കൗൺസിലർമാരെ വില കൊടുത്ത് വാങ്ങും എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും BJPക്ക് ഇത്രയും കൗൺസിലർമാരുണ്ട്. BJPക്കാരായ കൗൺസിലർമാരെ വില കൊടുത്ത് വാങ്ങാനൊന്നും പറ്റില്ല. UDFന് കോൺഗ്രസിന് ആകെയുള്ളത് 20 പേരാണ്, മറ്റുള്ളവർക്ക് 29 പേരും. അതിൽ ഒരു സ്വതന്ത്രൻ ഇവരുടെ കൂടെയുണ്ട്, ഒരു സ്വതന്ത്രൻ പാറ്റൂർ രാധാകൃഷ്ണൻ ഇവരുടെ കൂടെയുമുണ്ട്. കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവിശ്വാസം പാസ്സാകാനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഇവർ കൊണ്ടുവരാൻ തന്നെ ഇവർക്ക് ധൈര്യമില്ല. കൊണ്ടുവന്ന് പാസ്സാവാതെ പരാജയപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും CPMന്റെ നട്ടലൊടിയും. പിന്നെ CPMന് ഇനിയും ഒരെണ്ണം കൊണ്ടുവരണമെങ്കിൽ 6 മാസം കഴിയണമല്ലോ. അപ്പം അതുവരെ ഇവർ അപഹാസ്യരായി ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തും. അവിശ്വാസം വരികയാണെങ്കിൽ വരട്ടെ, പാസ്സാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ പാസ്സാക്കിയെടുക്കട്ടെ. ഇത് രണ്ടും കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന വിഷയങ്ങളാണല്ലോ. ഇപ്പം സുഗതൻ എന്ന് പറയുന്ന കൗൺസിലറുടെ കാപ്പ കേസും അറസ്റ്റുമാണെങ്കിലും ഈ സത്യപ്രതിജ്ഞയാണെങ്കിലും അത് കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ പുതിയതായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. പിന്നെ അതിനകത്ത് എന്തൊരു പ്രശ്നം എന്നാണ് തിരുവനന്തപുരം നഗരവാസികളായ വോട്ടർമാർ ചോദിക്കുന്നത്. ഇവിടെ എന്താണ് പ്രശ്നം? പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമുണ്ട്. എന്താണ്? CPMന്റെ നേതൃത്വത്തിലുള്ള കടകൾ, അനധികൃതമായി കെട്ടിപ്പൊക്കിയ കടകൾ, വാടകയ്ക്കും ബ്ലേഡ് വാടകയ്ക്കും ഒക്കെ മറിച്ചു കൊടുത്തിരിക്കുന്ന കടകളൊക്കെ ഒഴിപ്പിക്കുകയാണ്. CPM നേതാക്കൾ നടത്തിയ എല്ലാ അഴിമതിയും തോന്നിയാസങ്ങളും ഓരോന്നായിട്ട് വലിച്ച് പുറത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായ അന്വേഷണം ഇതിലൊക്കെ നടക്കും. ഇതാണ് ഇവരുടെ പ്രശ്നം. പിന്നെ പണവുമില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും BJP ഭരണസമിതിയെ താഴെ ഇറക്കണം എന്ന് പറഞ്ഞ് നടക്കുകയാണ് CPMക്കാർ. നോക്കാം, നടക്കുകയാണെങ്കിൽ നടക്കട്ടെ.